നീ എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? അളിയന് വല്ലതും പറ്റിയോ? ഞാൻ ആകെ പേടിച്ചു പോയി. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ബ്ലോക്ക് ഓഫീസ് വരെ ഒന്ന് പോകേണ്ടി വന്നു. എന്റെ ജീവിതം തന്നെ ബ്ലോക്കായി സത്യേട്ട. നീ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ കരയാതെ. എന്തിനായാലും പരിഹാരം ഉണ്ടാക്കാം. കൂടെ പെറുപ്പിനോടല്ലാതെ എന്റെ സങ്കടം ഞാൻ വേറെ ആരോട് പറയാനാ? അളിയൻ എവിടെ പോയി? അളിയോ, ശശാങ്ക് അളിയോ. വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങേര് വേറെ ഏതോ ഒരു ലോത്താണ്. 24 മണിക്കൂറും നത്തിനെ പോലെ അങ്ങേര് ഒറ്റ ഇരിപ്പാണ്. എന്തു പറ്റി ശശാങ്കന്? വല്ല അസുഖവും? ഇത് സുഖേട് വേറെയാ. അളിയന് വേറെ വല്ല ചുറ്റിക്കളിയോ വല്ലോ? അങ്ങേർക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ല സത്യേട്ടാ. പിന്നെ എന്താ രജനി പ്രശ്നം? കയ്യിലുള്ള കാശ് മൊത്തം തീർത്തു. ഓൺലൈനിലുള്ള ആ ചുറ്റുകളിയില്ലേ, ഏട്ടൻ ഇപ്പൊ അതിന് അഡിക്റ്റാ. നല്ലൊരു സംഖ്യ ഷെയർ മാർക്കറ്റിലും കളഞ്ഞു. പടിഞ്ഞാറേക്കരയിലുള്ള 3 ഏക്കർ കണ്ടം ആ വഴിക്കും പോയി. ഉണ്ടായിരുന്ന സ്വർണം മുഴുവൻ റമ്മി കളിച്ച് തൊലച്ചു. ഇപ്പൊ 1000 രൂപ കൈ കിട്ടിയാ അതിനും കൂടെ ലോട്ടറി എടുക്കും. ലോട്ടറി നമ്മുടെ സർക്കാരിന്റെതല്ലേ? കാശ് 3 നമ്മുടെയല്ലേ? ഇതൊന്നും പോരാഞ്ഞിട്ട് ഉടായ്പ ലോണുകൾ വേറെയും. ഈ പോക്ക് പോയാ ഞാൻ വല്ല കുരുടാന് കഴിക്കേണ്ടി വരും. നീ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. എല്ലാത്തിനും കാരണം അളിയന്റെ സമയമോശമാ. അളിയനെപ്പോ വന്നു? ഞാൻ വന്നപ്പോൾ അളിയനെ വിളിച്ചായിരുന്നു. ഞാനൊരു ഓൺലൈൻ പ്ലേയിലായിരുന്നു. പിന്നെ അളിയന്റെ ഈ കാശുണ്ടെങ്കിൽ ഒരു 10,000 രൂപ ജിപേ ചെയ്യാമോ? ഒരു 500 രൂപ തികച്ചു കണ്ട കാലം മറന്നുപോയി. അളിയ കോമഡി പറയാതെ കാശെടുക്കും. അടുത്ത ഗെയിമിൽ ഇറക്കാനുള്ളതാണ്. 1,00,000 കളിയാണ്. ഒരു ചാകര മണക്കുന്നുണ്ട് അളിയ. ദേ 1 മണിക്കൂറിനുള്ളിൽ ഡബിൾ ആക്കി തിരിച്ചു തരും. പക്ഷേ 10 കുറയരുത്. എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല അളിയ, സത്യമാ. ദൈവമേ, നീ എനിക്ക് എന്തിന് ഇത്ര ദരിദ്രവാസിയായ അളിയനെ തന്നു? സന്തോഷേ, ശശാങ്കന, എന്റെ അളിയന് ഒരു പേപ്പട്ടി കടിച്ചു. മൃഗാശുപത്രി കൊണ്ടുപോകാനാ. ഒരു 10,000 രൂപ ജിപേ ചെയ്യണം. പെട്ടെന്നാട്ടെ. ഈ കളിയാണ് സത്യേട്ട. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഡേഞ്ചർ ആണല്ലോ അളിയന്റെ അവസ്ഥ. അത് ഞാൻ എങ്ങനെയെങ്കിലും ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം. അളിയൻ വരാൻ തയ്യാറാണെങ്കിൽ നമുക്കൊരിടത്ത് കൊണ്ടുപോകാം. സത്യേട്ടൻ കാര്യങ്ങൾ നീക്കിക്കോ. പിടിച്ചു കെട്ടിക്കൊണ്ടാണെങ്കിലും ഞാൻ അങ്ങേരെ അവിടെ എത്തിച്ചോളാം. ഇന്ന് തന്നെ നമുക്ക് ഡോക്ടറെ കാണാം. ഡോക്ടർ അല്ല രജനി, ഇത് ഒരു 1.5 അവതാരമായത്. മണി 12 ആവുന്നു. ഈ പരീക്ഷാപ്പേടിയും സംശയരോഗവും അല്ലാതെ കൊള്ളാവുന്ന ഒരൊറ്റ കേസ് പോലും വരുന്നില്ലല്ലോടാ സുവേ. കാര്യങ്ങൾ ഈ രീതിയിലാണെങ്കിൽ ഒരു തീരുമാനമാകും കേട്ടോ. സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ പഴയതുപോലെ അങ്ങ് ഏക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇനി നാട്ടുകാർക്ക് വിവരം വെച്ച് തുടങ്ങിയോ? അതിന് സാധ്യതയൊന്നുമില്ല. തന്നെ ആരെങ്കിലും പറ്റിക്കുമോ എന്നൊന്ന് വിചാരിക്കുന്ന ലക്ഷക്കണക്കിന് മണ്ടന്മാരൂടെ ഉള്ളപ്പോ ഇയാള് ടെൻഷൻ അടിക്കുന്ന എന്തിനാടോ? അത് ശരിയാ. ഈ സൈസ് മണ്ടന്മാർക്ക് ഒരിക്കലും വംശനാശം ഉണ്ടാകരുതേ എന്ന ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അത് തന്നെ. എന്റെ അനുഭവത്തിൽ നല്ല വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവുമുള്ള ക്യാഷുള്ള മണ്ടന്മാരെയാണ് പറ്റിക്കാൻ കൂടുതൽ എളുപ്പം. നമ്മൾ അവരുടെ ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതിന്റെ മാസ്റ്റർ പ്ലാൻ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. ഗുഡ്, വെരി ഗുഡ്, വളരെ നല്ലത്. നമുക്കുള്ള ഈര നമ്മുടെ ചൂണ്ടയിൽ തന്നെ വന്ന് കൊത്തുവേണോ? കൊത്തി കൊത്തി കൊത്തി. ഞാനൊരു പാർട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അവരിവിടെ എത്തിയിട്ടുണ്ട്. വിളിക്ക്. മുടിഞ്ഞ അന്ധവിശ്വാസികളാ. പൂത്ത കാശുണ്ട്. എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും ഇറക്കും. വേണ്ടതുപോലെ കളിച്ചാൽ നമ്മുടെ 2 പേരുടെയും ബാധ്യത ഈ ഒരൊറ്റ കേസിൽ ഒഴിപ്പിച്ചെടുക്കാൻ പറ്റും. അത് ഞാൻ ഏറ്റു സുഖു. സത്യേട്ടാ, ദേ വിളിക്കുന്നു. ചേട്ടാ വാ വാ വാ.
ബാളിയ. സുസ്വാമി നിങ്ങളുടെ കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഞാൻ നവഗ്രഹങ്ങളിൽ കൂടി ഒരു റൂട്ട് മാർച്ച് അങ്ങ് നടത്തി. ഞെട്ടിപ്പോയി. സ്വാമിജി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ആരും പേടിക്കരുത് കേട്ടോ. അയ്യോ എന്റെ ചേട്ടൻ. ടെൻഷൻ ആകാതെ പരിഹാരമുണ്ട്. എന്തായാലും പറയ് സ്വാമി. കക്ഷിയുടെ പേരെന്താണ്? ശശാങ്കൻ. അത് പറയാനാണോ ഇത്രയും ശങ്ക? ശങ്ക ഞങ്ങൾക്കാണല്ലോ സ്വാമി. ശശാങ്കന്റെ ദേഹത്ത് ഒരാത്മാവ് കയറിയിട്ടുണ്ട്. ആള് ചില്ലറക്കാരനൊന്നുമല്ല. മൾട്ടി മില്യണർ ബെഡാ പാർട്ടി. ചൂതുകളിയും കുതിരപ്പന്തയവും മുതൽ ഇന്റർനെറ്റിൽ വരെ റമ്മി കളിച്ച് ഉള്ളതെല്ലാം കളഞ്ഞു കുളിച്ച് സ്വയം വെടിവെച്ച് മരിച്ച ഒരു മാർവാടി. മലർവാടിയോ? മലർവാടി അല്ല, മാർവാടി. നേരാണോ സ്വാമി? എന്നാലും ഏതോ നാട്ടിൽ കിടക്കുന്ന ഒരു മാർവാടി എങ്ങനെ എന്റെ ചേട്ടന്റെ ദേഹത്ത് കയറും? ഇപ്പോ പ്രേതവും പിശാചും ഒക്കെ കറങ്ങി നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. പുതിയ മലയാളോടങ്ങളൊന്നും കാണാറില്ലേ? യക്ഷിയും പിശാചും ഒക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത്. പിന്നെയല്ലേ ഇത്. 24 മണിക്കൂറും ഓൺലൈനിൽ കിടന്ന് നിരങ്ങുന്ന ഒരു ശശാങ്കന്റെ ദേഹത്ത് കയറാൻ എന്താണ് ഇത്ര പ്രയാസം? നെറ്റ് വഴി ഇങ്ങ പറന്നു പോരും. ഡെയിലി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ലോക സഞ്ചാരം നടത്തിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണേ. അങ്ങനെയൊന്നും ഒഴിഞ്ഞു പോകില്ല. പരിഹാരം എന്താ സ്വാമിജി? കടുത്ത പ്രയോഗം തന്നെ വേണ്ടി വരും. ജീവഹാനി വരാതിരുന്നാ മതി. പണച്ചെലവുള്ള കാര്യമാണ്. സാധാരണക്കാർക്ക് ഈ തുക താങ്ങാൻ പറ്റിയെന്ന് വരില്ല. എന്തായാലും കോടികളൊന്നും വേണ്ടി വരില്ലല്ലോ. എന്റെ കുടുംബസ്വത്ത് വിറ്റിട്ടാണെങ്കിലും ഞാൻ കാശുണ്ടാക്കിക്കോളാം. കോടികൾ വേണ്ട, പക്ഷേ കോടി വേണം. സൂചിയുടെ ആളായതുകൊണ്ട് തന്നെ ഒരു ഓഫർ തരാം. 50% ഡിസ്കൗണ്ട്. 50 ലക്ഷത്തിന് ഒഴിപ്പിക്കാം. ഇതിലും വലിയ ഓഫർ സ്വപ്നത്തിൽ മാത്രം. സത്യത്തിൽ ഈ ഇരിക്കുന്ന സാധനം അതിനുള്ളതുണ്ടോ? ഉള്ളത് പറഞ്ഞ ഇങ്ങേർക്ക് 100 രൂപ കാശിന്റെ വില പോലും ഇല്ല. പക്ഷെ എന്ത് ചെയ്യാനാ? കഴുത്തി താലി കെട്ടി പോയില്ലേ സത്യേട്ടാ. വഴി കളയാൻ പറ്റുമോ? ആ 50 ലക്ഷം എന്റെ കയ്യിലേക്ക് തന്നാൽ വെറും ഒരാഴ്ച കൊണ്ട് ഞാനത് ഇരട്ടിയാക്കി വെളുപ്പിച്ച് കയ്യിലേക്ക് തരാം. വെളുപ്പിക്കും. ഒന്നും മിണ്ടാതിരടാ മാർവാടി. നിന്റെ ഒരു അഭ്യാസവും ഒന്നും ഇറക്കണ്ട മാർവാടി. ഒന്നും ശരിയാവുന്നില്ല സത്യേട്ടാ. ആ മാർവാടി ഇപ്പോഴും ചേട്ടന്റെ ദേഹത്തുനിന്ന് പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നേ. മാർവാടി പോയില്ലെങ്കിലും നമ്മുടെ 50 ലക്ഷം മാറിക്കിട്ടി. ചേട്ടനെന്താ ഇപ്പൊ പറഞ്ഞേ? നീ വിഷമിക്കരുത്. ആ കള്ളസ്വാമിയെ പോലീസ് പൊക്കി. ഏതോ ഒരു പെൺകൊച്ചിന്റെ പരീക്ഷാപ്പേടി മാറ്റാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചതിന്. അപ്പൊ നമ്മുടെ കാശോ? എന്നെപ്പോലെ തന്നെ നീയും ഓൺലൈൻ റമ്മി കളിച്ച് 50 ലക്ഷം കളഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. ഒരു തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു തട്ടിപ്പിന് തല വെച്ച് കൊടുക്കുക. നീ ഒന്നും ഒരു കാലത്തും നന്നാകാൻ പോകുന്നില്ലടി. അവന്റെ വാചകടിയിൽ ഞാനും പെട്ടുപോയി. ഇനിയിപ്പോ എന്താണ് സത്യനളിയന്റെ ഫ്യൂച്ചർ പ്ലാൻ? തട്ടിപ്പും തരികിടയുമേ നടക്കുന്നവർ പലതരത്തിലും പ്രലോഭിപ്പിക്കും. വിയർപ്പൊഴുക്കി അധ്വാനിച്ചാൽ മനസ്സമാധാനത്തോടെ ജീവിക്കാം. അല്ല, ഇനി അളിയന്റെ പ്ലാൻ എന്താ? എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് പുതിയൊരു ഷോപ്പിംഗ് മാൾ തുടങ്ങുകയാണ്. അതിന്റെ ഇൻചാർജ് ആയിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ പുതിയ ജോലി, പുതിയ ജീവിതം. അപ്പോൾ റമ്മികളെയും ലോട്ടറി എടുപ്പും നിർത്തി അളിയൻ. അതൊക്കെ പഴയ കഥ. മാർവാടി ഒഴിഞ്ഞു പോയോ? ഒലക്കേടെ മൂട്. നീ ആ പഴയ കഥയെ പിടിച്ചോണ്ട് നിൽക്കുകയാണോ? സത്യനളിയനെ
നല്ല ക്ഷീണം കാണും. കടുപ്പത്തിൽ ഒരു ചായ ഇട്ട് കൊടുക്ക്. എനിക്ക് പോവാൻ സമയമായി. അപ്പോൾ വരട്ടെ, കാണാം. ഒരു കഥ പറയാ, ഒരു കഥ പറയാ, ഒരു കഥ പറയാ, ഒരു കഥ ഇരുകഥ മുത്തശ്ശി കഥമാനം നിറയെ കഥ പറയാ, കഥ പറയാ. ആ ഒരു കഥ ഇരുകഥ മുത്തശ്ശി കഥമാനം നിറയെ കഥ പറയാ, കഥ പറയാ. ഒരുപോലിരുപോൽ വന്നത് നിന്നത് ചടുക്കുട്ട് ചടുക്കുട്ട് ചാടി മറിഞ്ഞത് എല്ലാം എല്ലാം ചൊല്ലാം, എല്ലാം ചൊല്ലാം, എല്ലാം എല്ലാം ചൊല്ലാം, എല്ലാം ചൊല്ലാം. ഇനി ഈ കാലം മാറി.